പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യവും സമരവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 30 ചോദ്യങ്ങളാണ്. അതിലൊരു 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയുത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവരിൽ പെടാത്തത് ആര്? താഴെ പറയുന്നവയിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവരിൽ പെടാത്തത് ആര്? ഓപ്ഷൻസിൽ ഉദ്ധം സിംഗ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്. ഇതിലാരാണ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവരിൽ പെടാത്തത്? ഉത്തരം ഉദ്ധം സിംഗ് ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനം നടന്ന വർഷമേത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം 1929 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഉത്തരം പയ്യന്നൂർ ആണ്. അടുത്ത ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1931 ആണ്. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ അസോസിയേഷൻ എന്ന സംഘടന ആരംഭിച്ചത് എന്നാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ അസോസിയേഷൻ എന്ന സംഘടന ആരംഭിച്ചത് എന്ന്? ഉത്തരം 1928. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? ഉത്തരം വേദാരണ്യം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് നിയമം പാസാക്കിയ വർഷം? ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് നിയമം പാസാക്കിയ വർഷം? ഉത്തരം 1919. അടുത്ത ചോദ്യം, എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തത്? എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. അടുത്ത ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930 ആണ്. അടുത്ത ചോദ്യം, പൊതുവികാരം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. ഇതാരുടെ വാക്കുകളാണ്? പൊതുവികാരം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. ഇതാരുടെ വാക്കുകളാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ്. നിസ്സഹരണ സമരം, അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ സമരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണിവ. ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയുടെ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഏത് സമരത്തോടു കൂടിയാണ്? ഗാന്ധിജി ഇന്ത്യയുടെ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഏത് സമരത്തോടു കൂടിയാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരായിരുന്നു? ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? ഉത്തരം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഇവർ അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ഗേഡയിലെ കർഷക സമരം നടന്ന വർഷം? ഗേഡയിലെ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1918. അടുത്ത ചോദ്യം, മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1932. 1930, 31, 32 എന്നിങ്ങനെയാണ് ഓരോ വട്ടമേശ സമ്മേളനങ്ങളും നടന്ന വർഷങ്ങൾ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സമരരീതികളോട് എതിർപ്പ് കാരണം CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാണ്? ഗാന്ധിജിയുടെ സമരരീതികളോടുള്ള എതിർപ്പ് കാരണം CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1923 ആണ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്?
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരങ്ങൾ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ചമ്പാരൻ സമരമാണ്. അടുത്ത ചോദ്യം, ചമ്പാരൻ സമരം നടന്ന വർഷം ഏതാണ്? ചമ്പാരൻ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1917. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജിയുടെ വാക്കുകളാണിവ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓഡെയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത് മൈക്കിൾ ഓഡെയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉത്തരം ഉദ്ധവ് സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം വാഞ്ചി അയ്യർ. അടുത്ത ചോദ്യം, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം തീവ്രദേശീയതയുടെ കാലഘട്ടം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായി നടത്തിയ സമരമേത്? INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായിട്ട് നടത്തിയ സമരമേതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അടുത്ത ചോദ്യം, തേബാഗ സമരം നടന്ന സംസ്ഥാനം ഏത്? തേബാഗ സമരം നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം ബംഗാളാണ്. അടുത്ത ചോദ്യം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരായിരുന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരായിരുന്നു? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന വർഷമേത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 1934. അടുത്ത ചോദ്യം, ഖദർ പാർട്ടിയുടെ സ്ഥാപകൻ ആര്? ഖദർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ലാല ഹർദയാലാണ് ഖദർ പാർട്ടിയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയതെന്ന്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയതെന്ന് എന്നാണ് ചോദ്യം. ഉത്തരം 1947 ജൂലൈ മാസത്തിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.